സുഹൃത്തുക്കളെ ശ്രദ്ധിക്കും. അപ്പോൾ ഇവിടെ ഇന്ന് നല്ലൊരു ചൊവ്വാഴ്ച, രാവിലെ സമയം 7:06 ഓടാൻ ഇറങ്ങിയിരിക്കുന്നു. ശരിക്കും പറയുന്നത് നേരം പകിക്കാണ്. ഞാൻ ഒരു ഓട്ടം ഉണ്ട് കടവ് ചരക്കടവ് എന്നാണ്. അവിടുന്ന് സാധനം എടുത്തിട്ട് ഇവിടെ പുത്തമ്പലത്തേക്ക് എത്തിക്കാനാണ്. അപ്പോൾ അതിന് നേരം പകിക്കാം. ഇതൊന്നും പെരുന്നതൊന്നും വീഡിയോ എടുത്തില്ല, പാഞ്ഞിക്കണം. പെരുന്ന് ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇവ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക്, നല്ലൊരു ചൊവ്വായിലേക്ക്, പുതിയൊരു വീഡിയോയിലേക്ക്, ഒരു ചൊവ്വാഴ്ച വ്ളോഗിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക്. അങ്ങനെ മേലാറ്റൂർ അങ്ങാടിയിൽ എത്തിയിരിക്കുന്നു. കടവിലാണ്. കുറച്ച് അർജന്റ് ഉണ്ട്. ഞാൻ നേരെ നോക്കിക്കാണ് 6:50 പോയി ചെല്ലാൻ പറഞ്ഞാൽ ടുഡേ ഐ എം വെരി ലൈറ്റ്. അങ്ങനെ ഗൈസ് ഉഷാരക്കടവിൽ എത്തിയിരിക്കുന്നു. അപ്പം നമ്മൾ രാവിലത്തെ കൈനീട്ട ഓട്ടം ഇറച്ചി നമ്മളിനി നേരെ കേക്കുമ്പാടത്തേക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ വെള്ളിക്കുത്ത് എത്തിരിക്കുകയാണ്. നേരെ ഇപ്പോൾ കേൾക്കണം. നേരെ പോയിക്കിട്ട് ഇപ്പോൾ ഈ വീഡിയോ കണ്ടാൽ അൻ്റെ വലക്കം വീഡിയോ ഒക്കെ എടുത്ത് സമയം നേരെ പോയിക്കിട്ട് ഇറങ്ങി. ചിലപ്പോൾ ഞാൻ നേരെ പോയി, അതായത് അല്ല രാവിലെ വിളിച്ചു കേട്ടോ. ഞാൻ ശരിക്കും ഒരു 6 മണിയാകുമ്പോഴത്തേനും കറങ്ങണമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഒറ്റക്കൊന്ന് തുടച്ച് 6:50 ആയപ്പോൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. കുളിച്ചാലും പരിപാടിയൊക്കെ കഴിഞ്ഞ് 6:50 അവിടെ എത്തേണ്ടിയിരുന്നു. ഏതായാലും അധികം വൈകിട്ടൊന്നുമില്ല, ഒരു 10 മിനിറ്റ്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇറച്ചി കൊടുക്കൽ പരിപാടി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഗൈസ് രാവിലത്തെ കൈനീട്ടെല്ലാം കിടച്ച് നമ്മുടെ ആദ്യത്തെ കൈനീട്ട മോട്ടം നമ്മൾ ഓടി തിരിച്ചു പോരാണ്. ഇനി നേരെ മേലാറ്റൂർ പാർക്ക് വെള്ളിക്കുത്ത്. അപ്പോൾ രാവിലത്തെ ഒരു 120 രൂപ എന്താ പറയുക കൈനീട്ടം കിട്ടി നമ്മൾ. മാഷാ അല്ലാ, ഇന്നത്തെ കൈനീട്ടം അടിപൊളിയായിരിക്കുകയാണ് ഗൈസ്. എന്തായാലും അവിടെ വലിയൊരു മരം പൊട്ടിക്കൊഞ്ഞാടിയോ, പൊട്ടിക്കൊഞ്ഞാടിയല്ല മുറിച്ചാൽ എന്താന്നാവോ, ഫുള്ള് കട്ടിങ് പീസാക്കിക്കണം. അപ്പോൾ എനിക്ക് ഗൈസ് നേരെ പാർക്കിലോട്ട്. അങ്ങനെ ഗൈസ് നമ്മൾ മേലാറ്റൂർ പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ലോട്ടറി കച്ചവടം ചെയ്യുന്ന ചേച്ചിയുണ്ട്, ഹിന്ദിക്കാരൊരു കൂട്ടം ഹിന്ദിക്കാരുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് കരസ്ഥമാക്കി അടുത്ത ട്രിപ്പിന് വെയിറ്റിംഗ് മേലാറ്റൂർ പാർക്ക്. പിന്നെ സതീശ് ഉണ്ട്. സതീശൻ കാക്കിയൊന്നും ഇടാതെ വന്നിക്കണ്. ഞാൻ കാക്കി ഇട്ടിട്ടുണ്ട്. എന്തോ കാക്കി എടുത്തു? ആരുമില്ല, വെറുതെ അങ്ങനെ ഫോണ് വിളിച്ചു. സതീശൻ കാക്കിയിട്ടില്ല, മാഞ്ഞാളം കഴിച്ചാണ്. അത് ലോട്ടറി രാവിലെ തന്നെ ലോട്ടറി. എന്റെ പൊന്നെ. പിന്നെ ഗൈസ് എനിവേ ഗൈസ് എന്താ ഹമീദൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ രാവിലെ തന്നെ. പിന്നെ ഹമീദൊക്കെ ഫസ്റ്റ് ട്രാക്കിലാണ്. ഹമീദൊക്കെ ഫസ്റ്റ് ട്രാക്കിലാണ്. പക്ഷെ പരിപാടി ഒന്നും നടക്കും തോന്നുന്നില്ല. മേലാറ്റങ്ങാടി പഴയ മേലാറ്റങ്ങാടിയാണ് കേട്ടോ. പക്ഷികൾ പ്രാക്കൾ. അപ്പം രാവിലെ നമ്മൾ പാർക്കിലുണ്ട്. സന്തോഷ് ബേക്കറി പറഞ്ഞിട്ടില്ല, സമയം എടുക്കും. പിന്നെ മനോജേട്ടൻ, സുന്ദരേട്ടനുണ്ട്, രമേശ് ചേട്ടനുണ്ട്, സതീഷ് ചേട്ടനുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പം നമ്മൾ നോക്കണ്ട. ഇന്ന് രാവിലെ നല്ല ഓട്ടോ ഓടിക്കണേ. പരസ്പരം വന്ന് പറയണ കേട്ടോ. ഇത് കാണും കേൾക്കുന്ന ഒരാൾ മേലുണ്ട് കേട്ടോ. മുടി വേറെ ലെവലാട്ടോ. ഇത് മറ്റേ ജെല്ലി വെച്ച് നിർത്തിയാ. ഞാൻ ഭൂട്ടാനിൽ അതിനൊന്നും ഇങ്ങനെ ഞാൻ ഭൂട്ടാനിൽ പണിത്തിനാണ്. അപ്പോൾ എനിവേ ഗൈസ് എന്താ രാവിലത്തെ ഓട്ടവും ചാട്ടമൊക്കെ കഴിഞ്ഞാണ്ട് ഇത് കൃഷ്ണേട്ടുണ്ട്, മറ്റേ സുരേഷ് ചേട്ടുണ്ട്, രമേശ് ചേട്ടുണ്ട്. മനസ്സിലാ ഇവിടെ എന്താണ് ഇവിടെ എന്തൊക്കെ സാറല്ലേ മതി. നമ്മളെ പഴയ ഓട്ടോ നമ്മളെ ചേട്ടന്മാരാണ്. ഞാൻ ഇങ്ങനെ പഴയ ചേട്ടന്മാരെ ഇങ്ങനെ പരിചയപ്പെടുത്തിയാണ്. നമ്മളെ മേലാറ്റൂർ ഓട്ടോ ചേട്ടന്മാരെ ഇങ്ങനെ പരിചയപ്പെടുത്താൻ.
ഞാന് ഓട്ടോപ്പാർക്കിലെ പഴയ ആളല്ല, ഞാൻ പുതിയ ആളാണ്. പുതിയ ആളാ? പുതിയ ആളാണ്. സോറി ഗൈസ്, എനിക്ക് പേശൊരു ഞാൻ കുറെ കാലം ഇവിടെ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് പഴയ മാതിരി തോന്നുന്നു. നിങ്ങൾ പഴയ ആളാണ്, പക്ഷെ ഓട്ടോ പാർക്കിൽ പുതിയ ആളാണ്. പഴയ ആളത്തിൽ ഈ കുറുക്കന്മാരാണ് ഓടി 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 തയമ്പയക്കണം. എന്നാ വണ്ടി ഉന്തല്ലേ? എന്നാ ഉന്ത വണ്ടി ഉന്ത. ആ ഞാൻ ഉന്തി തരാം. ചാട്ടാക്ക് ചാട്ടാക്ക് എത്ര പോട്ടെ പോട്ടെ എള്ള ഞാനും ചാട്ടാക്കി, എല്ലാവരും ചാട്ടാക്കണം. അപ്പം അനിവ ഗായ്സ്, ഇന്ന് രാവിലെ വലിയ കുഴപ്പമുണ്ടായില്ല, പിന്നെ ഇങ്ങനെ മുട്ടിയും തിരിഞ്ഞു. രാവിലെ ആയാലും എവിടെ ലോഡ് ഇന്ത്യക്കാരിതൊന്നുമല്ല, ഇതിലേറെ ലോഡ് ഇന്ത്യക്കാരുണ്ടാവും രാവിലെ. ആർക്കും വേണമെങ്കിലും വിളിക്കാം, ആർക്കും വേണം. 8:10 അല്ലേ? ഒരു ലോഡ് ഇന്ത്യക്കാരുണ്ടാവില്ല അവിടെ രാവിലെ ആകുമ്പോൾ ഒരു ലോഡ് ഇന്ത്യക്കാരുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ രാവിലെ ഇങ്ങനെ ആൾക്കാർ വന്ന് മറ്റേ നമ്മൾ അങ്ങാട്ടിൽ മീൻ വാങ്ങണവർ 8:10 കൊണ്ടേക്കോളി. പിന്നെ നമ്മൾ അബുവാക്കുണ്ട്, നമ്മളെ സ്വന്തം അബുവാക്ക. രാവിലെ തന്നെ അങ്ങനെ. പിന്നെ നിങ്ങൾ എത്ര നിങ്ങളിപ്പോൾ സതീശ് എപ്പോൾ നിങ്ങൾ രാവിലെ ഏരക്ക നിങ്ങളാ? എൻ്റെ മോനെ, ഞാൻ ഇവിടെ ഏരക്ക അങ്ങാടിനെ കണ്ടിട്ടില്ല. പിന്നെ അമീദക്ക് മുന്നിലാണ്. അമീദക്ക് മുന്നിലാവുമ്പോൾ കുറച്ച് ഡിമാൻഡ് ആക്കാനും വലിയൊരു മെയിൻ്റെ ഒന്നും ഉണ്ടാവില്ല. കാരണം അതേ ട്രിപ്പേ പോയാലേ വെറുതെ കേട്ടോ. അമീദക്ക് നമ്മളെ എന്താ പറയുക, നമ്മളൊരു ബലം, ചോരക്കുളത്തിൻ്റെ എല്ലാം അമീദക്ക. എല്ലാവരും ചോദിക്കാണേ അമീദക്കന്നെ ഉള്ളു വീഡിയോയില് ചിരിക്കണൊക്കെ ആരും ശ്രദ്ധിക്കും. അപ്പോൾ ഓരോ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനി നമ്മൾ മാത്രം. അങ്ങനെ അബുവാക്കിയും പോയി ഗായ്സ്, ഇനി നമ്മുടെ പോയം ടാടാ. അപ്പൊ വീണ്ടും ഒരു ലോക്കൽ കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. രാവിലെ നമ്മൾ ചിലപ്പോൾ രാവിലെ നല്ല പൊതുവെ ഉന്തിക്കാണ്ട് ഉന്തി അരമണിക്കൂറോളം ഉന്തി ചിലപ്പോൾ എത്തുമ്പോൾ ഒരു ലോക്കൽ കിട്ടുമ്പോൾ ഒരു സുഖം. അത് പറഞ്ഞോളൂ അല്ലേ? ഇതാണ് നമ്മളെ അവസ്ഥ. അരമണിക്കൂറോളം ചിലപ്പോൾ ഉന്തി അവസാനം ഒരു ലോക്കൽ. എല്ലാം ഓടണ്ടേ അല്ലേ? നമ്മളല്ല അതിൻ്റെ ഒരു ഇത് ശേഷം നമ്മൾ പാർക്കിലേക്ക് പോയില്ല. നമുക്ക് വീണ്ടും ഒരു ലോക്കൽ ഫോൺ കോളിലൂടെ കിട്ടിയിരിക്കുകയാണ്. ഗ്രാമപ്രദേശം കണ്ടാ ഭയങ്കര രസമായില്ലേ? ഗ്രാമപ്രദേശമാണ്. നമ്മളെ ഗ്രൗണ്ടിൻ്റെ കയ്യിൽ പോകുന്നാലേ, മേലാറ്റൂർ സ്റ്റേഡിയത്തിൻ്റെ ഗ്രൗണ്ടിൻ്റെ കയ്യിൽ ഇങ്ങനെ പോകുന്നാലും ഇങ്ങനെ അങ്കൽവാടി ഇവിടെ കോളനിയാണ്. നമ്മളെ വെയിറ്റ് ചെയ്യണം കണ്ടാ. വെയിറ്റിങ്ങിലാണ്. മേലാട്ടൂരിനെയാണ്. നമ്മൾ മേലാട്ടൂർ പുതിയൊരു ഹോസ്പിറ്റലാണെന്നുള്ളത് ഞാൻ എപ്പോഴും അറിയണമെന്നാ എന്നെ സംബന്ധിച്ചു. ചിലപ്പോൾ എൻ്റെ മുന്നേ വന്നാൽ കേട്ടോ, ഞാൻ എപ്പോഴും അറിയണത് ഹൈസ് ഹോസ്പിറ്റൽ. ഡോക്ടറൊക്കെ ഉണ്ടടാ. രാവിലെ ശരിക്കും പറഞ്ഞ സമയം 8:15 അതായത് നമ്മളെ സന്തോഷ് ബാക്ക് ഹൗസ് ഉണ്ടല്ലോ പുതിയ, അതിൻ്റെ നേരെ പിന്നെ പെട്രോൾ പമ്പിൻ്റെ നേരെ ഉള്ളിലേക്കാണ് വരുന്നത്. ഞാനിപ്പോൾ കാണാ സത്യമായിട്ട് ഞാനിപ്പോൾ കാണട്ടെ സുഹൃത്തുക്കളെ. ഐസ് ഹോസ്പിറ്റലും എന്താ അവസ്ഥ എന്ന് അറിയില്ല. ഡോക്ടർമാരൊക്കെ ഞാൻ ഓട്ടം പോകുന്നു. അപ്പോഴേ ഞാൻ ഇവിടെ കാണണം. നമ്മളെ സ്വന്തം മേലാട്ടൂർ പുതിയ ഹോസ്പിറ്റലാണ്. അപ്പോൾ എന്താ കഥ അല്ലേ? അപ്പോൾ വീണ്ടും ഒരു ലോക്കൽ വെയിറ്റിങ്ങിലാണ്. ഫുൾ ടാങ്ക് അടിച്ചു പോകുന്ന നമ്മുടെ സ്വന്തം ലൈറ്റ് ഒന്നിട്ട് ലൈറ്റ് കത്തില്ലല്ലോ നമ്മുടെ സ്വന്തം ബാബുക. പോട്ട് അപ്പോൾ ഗായ്സ്, ആ ലോക്കലും കഴിഞ്ഞ് അങ്ങനെ താഴെ പാർക്കിലെത്തി. ഇനി കുറച്ചു നേരം ഇവിടുത്തെ പൊടി പൊടി എന്തൊക്കെ പൊടിയൊക്കെ ഞങ്ങൾ വണ്ടികളിങ്ങനെ പോണതിനും വരുന്നതിനും പൊരിഞ്ഞ പൊടിയാണ്. റോഡും പൊളിഞ്ഞിക്കുക, കൂട്ടത്തിൽ പൊടി. ഞങ്ങളിങ്ങനെ കുറേ ഓട്ടക്കാരിങ്ങനെ പൊടി ഇങ്ങനെ തിന്നാം. കുറച്ച് നേരം ഇവിടെ കുറച്ച് നിന്നിട്ട് നമുക്ക് എന്താ അവസ്ഥ നോക്കാം. ഓക്കെ, ചായ കുടിച്ചിട്ടില്ല. ശേഷം കുറച്ച് എണ്ണ അടിക്കാം. ലോക്കലിന് ശേഷം ലേശം എണ്ണ അടിക്കാൻ പോകുന്നു ഗൈസ്.
അങ്ങനെ അതും കഴിഞ്ഞു ഗൈസ്. വീണ്ടും മേലാറ്റൂർ പാർക്കിൽ ഒരു ലോഡ് വണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. ആറ്റുത്രി കോവിൽ കോംപ്ലക്സ്. ശരിക്കും ആദ്യമൊക്കെ ഓട്ടോഷോടുള്ളത് ഇവിടെ ഇങ്ങനെ വരി നിനക്ക് ഓർത്തു പോകണം. ഒരു വണ്ടി പോയാൽ തള്ളും, വീണ്ടും തള്ളും. നിഹാരം. അങ്ങനെ ഗൈസ് ഉന്തി തള്ളി നമ്മൾക്ക് മുന്നിൽ നിന്ന് ഒരു ലോക്കൽ കൂടി കിട്ടിയിരിക്കുകയാണ് 30 രൂപയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് തന്നെ. അപ്പം ഞാൻ നല്ല ഏതായാലും പെരി പോയി ചായ അടിച്ചിട്ട് ബാക്കി ഉന്തി കുഴങ്ങി. ഏതായാലും ചായ ഒന്നും കുടിച്ചല്ലോ, നമ്മൾ ചായ കുടിച്ചിട്ടാണ് പോകാമെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ഗൈസ് ഭക്ഷണം കഴിക്കൽ സംഭവങ്ങളൊക്കെ കഴിഞ്ഞാൽ അയ്യോ കറണ്ട് കഴിക്കണം. 12 മണിക്കൂറോ ഇതൊക്കെ വർക്കിംഗ് സംഭവങ്ങളൊക്കെ അത്ര. അപ്പോൾ ഭയങ്കര വെയിലാണ്, പൊടുത്തുമുട്ട് വെയിലാണ്. അപ്പോൾ പെട്ടെന്ന് തടി തപ്പാണ് ഗൈസ് തരുന്നു. അപ്പം ഇനി നേരെ നമ്മൾ പാർക്ക്. നല്ല കഞ്ഞിയും നല്ല ചമ്മന്തിയും നല്ല മീൻ പൊരിച്ചും റാഹത്ത്. അപ്പോൾ ലെറ്റ്സ് ഗോ. പോയി വരാ. ടാറ്റാ. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും പാർക്കിലേക്ക്. നല്ല വെയിലാട്ടോ, കിടിലം വെയിലാണ്, നല്ല ചൂടുണ്ട്. ചെന്ന് നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ പാർക്ക് എത്ര മുന്നേ നമുക്കൊരു ലോക്കൽ കിട്ടിയിരിക്കുന്നു, നമ്മുടെ മജിൻ്റെ ഗാരേജ്. അങ്ങനെ ഗൈസ് അങ്ങനെ ഒരുപാട് ലോക്കലുകൾക്ക് ശേഷം, അതായത് ലോക്കൽ ഓട്ടങ്ങൾക്ക് ശേഷം വീണ്ടും മേലാറ്റൂർ അങ്ങാടി. അവിടെ 4-5 വണ്ടിയുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ട്. നല്ല വെയിലുണ്ട്. ഒരു വണ്ടി അവിടെ നിന്ന് പോയി. അപ്പം ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോന്നിപ്പോ 3ാമത്തെ വണ്ടിയായി. പെരും വെയിലന്നെ, പുടുത്തമുട്ട വെയിൽ കൊണ്ട് നമ്മൾ ഇല്ലാണ്ടാവുന്ന തോന്നുന്നു. അങ്ങനെ മുന്നിലെത്തിയതിന് മുന്നേ തന്നെ 1/4 മണിക്കൂറിൻ്റെ എത്തത്തിന് ശേഷം ഒന്നും നടന്നില്ല. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഫോൺ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്, അതിന് പോവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. 1/2 മണിക്കൂർ കുതിർന്ന് വെയിലുണ്ട് വെറുതെ സാറില്ല അല്ലേ. അപ്പോൾ ഒരു ഫോൺ ട്രിപ്പ് കിട്ടിക്കണ് നമ്മൾ വീണ്ടും ഗൈസ്. അങ്ങനെ കിട്ടിയ ലോക്കൽ നാട്ടിലേക്ക് ചോലക്കുളം ജേക്കബ് മെമ്മോറിയൽ സ്കൂളിലേക്ക്. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ നേരെ പെരീക്കട് പോകുന്നു. അതുപോലെ ചോറ് വെച്ചിട്ട് മാതിരി കൊട്ട വെയിൽ, പെരും വെയിലാണ്. അപ്പോൾ വെയിലൊക്കെ ഒന്ന് പോയിക്കോട്ടെ എഴുതിയാണ്. അപ്പോൾ ഇനി ചോറ് കഴിച്ചിട്ട് പോവാമെന്ന് ഞാൻ വിചാരിച്ചു. ഒന്ന് റെസ്റ്റ് എടുക്കാം. വണ്ടി ഇന്നലത്തെ വർക്കൊക്കെ ഉണ്ട്, ഷെറയില്ലേ. അപ്പോൾ ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാവാം. ചോറ് കഴിഞ്ഞിട്ട് ഭയങ്കര വെയിലല്ലേ, പുടുത്തമുട്ട് വെയിൽ. അങ്ങനെ പെരിയിൽ നിന്ന് ചോറ് വെച്ചതിനിടയിൽ പകുതി വെച്ചാണ്ടൊരു കോഡ് വന്നു. അപ്പോൾ ചോറ് പെട്ടെന്ന് കുത്തിക്കയറ്റി നേരെ ഒരു 50 റുപ്യേൻ്റെ ഓട്ടോ ഓടിക്കാണ്ടത്. അപ്പോൾ താഴെ പാർക്കിൽ പൊടി നിന്ന് കുത്തിരിക്കുകയാണ്. ഹായ്, നല്ല പൊടി പാറുന്ന ഈ വേളയിൽ വണ്ടികൾ കമ്മിട്ടോ, റിക്ഷ വണ്ടികളല്ലോ ഒക്കെ അതിൽ ഇതിലും ബൈക്കാക്കി അതോ പെരി പോയി കിടന്നുറങ്ങാനാവും. പക്ഷാണെങ്കിൽ ഈ പെരി പോയി കിടന്നുറങ്ങി പകൽ ഉറക്കം വരാത്തൊരു പ്രശ്നം ഒരാളാണ്. പക്ഷെ എന്ത് ശ്രദ്ധിക്കൂ, എന്തായാലും അങ്ങോട്ട് നോക്ക്, വണ്ടികൾ ഇങ്ങനെ വരും ചാടി. അപ്പോൾ എനിവേ ഗൈസ് നമ്മൾ വെയിറ്റിങ്ങിലാണ്.
വണ്ടികൾ കമ്മിയായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ലോക്കൽ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. നോക്കാം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഒരു ലോക്കൽ കൂടെ കിടച്ചിരിക്കുന്നു. അങ്ങനെ കഴിച്ച് 3-4 ലോക്കൽ പോയി ഇപ്പോൾ പാർക്കിലെത്തിയിട്ടുണ്ടോ? തായ പാർക്കിലാണ് ഇപ്പോൾ കളി. നല്ല പൊടി പാറുണ്ട്. മഴ വരാൻ സാധ്യത കാണുന്നത്. നല്ല മഴ വരാൻ സാധ്യത ഉണ്ടല്ലേ? മഴ വരാൻ സാധ്യത ഞാൻ കാണുന്നു ഗൈസ്. അങ്ങനെ തുരുതുരാ കുറച്ച് ലോക്കലുകൾക്ക് പോയ ശേഷം പൊടിവാറും ലോക്കലുകൾക്ക് ശേഷം ഗൈസ് ഞാൻ ഒരു ചായ കുടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ താഴെ ഒരു ലോഡ് വണ്ടിയാണ്. ചായയുടെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഒരു ലോഡ് വണ്ടി അങ്ങനെ മേലേക്ക് വന്നപ്പോൾ അതിലേറെ വണ്ടികൾ. എൻ്റെ മോനെ എവിടെ പോയി നിർത്തുക? അയ്യോ ഒരു ലോഡ് വണ്ടി മേലെ. അപ്പം നമ്മളെന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. എന്നാണ് ഈ കുറച്ച് പൊതുവെ ഓട്ടം കമ്മിയുള്ളൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അങ്ങനെ ഉന്തി ഇവിടെ മുന്നിലെത്തിക്കണേ. ഇനി അവിടെ മുന്നിലെത്തണം. വൈകിട്ട് ഇപ്പോൾ സമയം ഇവിടെ 6 മണി. നമ്മളൊരു 1-2 മണിക്കൂർ കൂടി ഓടും. അത് കഴിഞ്ഞ് നമ്മളിന്ന് റെസ്റ്റ് എവിടെ എടുക്കും? വീട്ടിൽ പോവും. ഇന്നൊരു 6 മണി വരെ ഓടുള്ളൂ. ഇന്ന് പൊതുവെ ഒരു മോശം ദിവസമാണ്. പെരുന്തൽമണ്ണ നടന്നു. ആദ്യം പാണ്ടിക്കാട് വന്ന് പോയി കിട്ടിയില്ല. അപ്പോൾ ഒരു ലോക്കൽ വന്ന് കയറി. അയ്യോ, അങ്ങനെ കുറേ ദിവസം അങ്ങനെയും പോയി. അപ്പം മേലാട്ടങ്ങാടി അങ്ങനെ അവിടുന്ന് തൊട്ട് ഉന്തി തള്ളി ഗൈസ് ഇങ്ങനെ നേരെ നമ്മൾ മുന്നിലെത്തി. സമയം ഏകദേശം 6:30. ഇനി ഒരു ട്രിപ്പ് ഞാൻ നേരെ പെരുകി പോകും. ട്രിപ്പ് കഴിഞ്ഞാൽ ഇന്ന് വളരെ മോശം. ശരിക്കും പറഞ്ഞാൽ ചില ദിവസം നല്ല ഉഷാറാക്കണം, ചില ദിവസം ഭയങ്കര മോശമാക്കണം. എന്നാലും അൽഹംദുലില്ലാ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓട്ടൊക്കെ ഓടിയാനും. എന്നാലും ചില ദിവസം കുറച്ച് മോശമായിരിക്കും. അപ്പോൾ ഇന്ന് കുറച്ച് ചടച്ച ദിവസം. 6:34. ഇനി വരുന്ന ട്രിപ്പ് കിട്ടിയാൽ അപ്പട്ടും എന്താണ് ഞാൻ പെരുകി പോകും. സമയം ഏകദേശം 6 മണിയല്ലേ? 7 മണി പെരുകി പോകും. സാധാരണ ഒരു 10 മണിയൊക്കെ ഓടലുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലും സംഭവം കിട്ടാണ്ട്. അപ്പം ഇന്ന് ചൊവ്വാഴ്ച, ഇന്നത്തെ ദിവസം ഇങ്ങനെ പോട്ടെ അല്ലേ? നേരത്തെ വരെ പോയി ചോറൊക്കെ വെച്ച് കുറച്ച് കുട്ടികളത്തേക്ക് ഇരുന്ന് അങ്ങനെ സമയം അങ്ങനെ കളയാം. ഓക്കെ. അപ്പോൾ എനിവേ ഗൈസ്, ഇന്നത്തെ വ്ളോഗുകൾ സംഭവങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എനിവേ എന്നെ വിസിറ്റവർക്കും എനിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത് നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, താങ്ക് യു. മേലാറ്റൂരിൻ്റെ ഉറങ്ങിയത് ഒരു മനസ്സല്ല അവിടെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബൈ, സീ യു. അപ്പം ഇനി നാളെ കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്.